ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നിരുന്നു കേട്ടോ. ഇന്ന് എന്താ പറഞ്ഞാൽ നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എവിടെയെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ പണികൾ എത്ര പെട്ടെന്നാണ് നമ്മൾ തീർക്കുക. എനിക്കൊരു 11:30 11:45 ഒരു സമയത്തൊരു ബസ്സുണ്ട്, അതിനാണ് പോവേണ്ടത്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും പണികൾ തീർക്കണം എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ വേഗം ചടപടേന്ന് പണികൾ തീർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുട്ടാണ് കേട്ടോ ഞാനിന്ന് ചായക്കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവണ ആ ഒരു സമയം കൊണ്ട് പോയിട്ട് നമ്മളെ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു. ഞാനങ്ങനെ എപ്പോഴും മാറ്റമൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, നമുക്കത് മാറ്റാനായി എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു പെരിങ്ങിയ പോലെ തോന്നുമ്പോൾ അങ്ങോട്ട് മാറ്റുന്നതാണ് കേട്ടോ. പിന്നെ പില്ലോ കവറൊന്നും ഒരേപോലത്തെ ഒന്നും അയക്കൂല, ഏതെങ്കിലുമൊക്കെ എടുത്ത് അങ്ങോട്ട് ഇടുക തന്നെയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അതൊക്കെ ഇത് വിരിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പുട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുത്തി നാച്ചിമോൻക്ക് ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാട്ടോ അലക്കാനുള്ള തുണികൾ വേഗം ഒന്ന് മെഷീനിൽ ഇടുന്നുണ്ട്. ഇന്ന് അങ്ങനെ കല്ലിൽ അലക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ മെഷീനിൽ തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാനും നാസിമോൻ്റെ കൂടെ തന്നെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിന് ഞാൻ കറിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇക്ക അല്ലാത്തതുകൊണ്ടാണ് കറി ഉണ്ടാക്കാൻ മടിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്ക ചോറ് വെക്കാൻ പോയതാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഇവിടെ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അവിടെ ചോറ് വെക്കാൻ പോയതാണ്. അത് ഞാനും മക്കളും മാത്രം ആയതുകൊണ്ട് പിന്നെ പുട്ടും പഞ്ചസാരയും അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിട്ടോ ഞാൻ. പിന്നെന്താണ്, വേഗം നമ്മളെ ചായ കുടിച്ച പാത്രവും പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കഴുകി അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായി. അടിച്ചുവാരി തുടക്കലും പാത്രം കഴുകലും അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ തുണികളും അലക്കൽ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം അതും കൊണ്ടുവന്ന് മുറ്റത്ത് അങ്ങോട്ട് ആറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാട്ടോ ഇന്നത്തെ എല്ലാ പണികളും കഴിഞ്ഞ് ഞങ്ങൾ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞു. ഇതാട്ടോ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പനവല്ലിയാണ് കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത്. കാട്ടിക്കുളത്തുനിന്ന് വേറൊരു ബസ്സിലും കൂടെ പോകാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പനവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതും കാണുന്നതും. ഞാൻ ഒറ്റക്കൊന്നല്ല കേട്ടോ പോണത്, താത്തയും അനു ഉണ്ട്, പിന്നെ അതുപോലെ അനിയൻ്റെ ഓളെ കുട്ടിയുണ്ട്, പിന്നെ ഞാനും മക്കളുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉണ്ടതാ മുന്നിൽ പോയി അങ്ങോട്ട് ഇരുന്നേനി കേട്ടോ മക്കൾ. പിന്നെ തൊട്ട് ഞങ്ങൾ നേരെ കല്യാണപ്പുരയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. ആ ഒരു ഉച്ച സമയത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെക്കനും പെണ്ണും എത്തിയിട്ടില്ല, അവർ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ 2 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന വൈക്കന്നെ ഞങ്ങൾ വേഗം ജ്യൂസൊക്കെ ഉണ്ടായിനി കേട്ടോ, വത്തക്ക ജ്യൂസും അതുപോലെ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ഇതാട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അധികം വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഞാനിങ്ങനെ ആലോചിക്കട്ടോ, നമ്മളൊന്നും കല്യാണം നടന്ന പോലത്തെ ആ ഒരു ഇതല്ലല്ലേ ഇപ്പോൾ അടിപൊളി ആയില്ലേ കല്യാണങ്ങളൊക്കെ അല്ലേ. എന്തായാലും ഞങ്ങൾ ചോറ് കഴിക്കൽ അതുപോലെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പാട്ട് വെച്ചപ്പോൾ അതാ മക്കൾ നല്ല കളിയിലാണ്. പിന്നെ ഇതാ ചെക്കനും പെണ്ണും വന്നു, അവരെയൊക്കെ കണ്ട് കുറച്ച് നേരം ഒന്ന് അവിടെ തിരിഞ്ഞ് കളിച്ച് അങ്ങനെ നിന്നോട്ടെ. നമുക്ക് അധികം അങ്ങനെ ആരെയും പരിചയമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേഗം തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.